കുറ്റ്യാടി മണ്ഡലത്തിൽ കെ.പി. കുഞ്ഞമ്മദ്കുട്ടി എം.എൽ.എ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മുൻ എം.എൽ.എ പാറക്കൽ അബ്ദുള്ള ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി എൽ.ഡി.എഫ്. ഫ്ലക്സിലും മണ്ണിലുമില്ലാതെ വെറും കടലാസിൽ മാത്രം ഒതുങ്ങിപ്പോയ ആളാണ് മുൻ എം.എൽ.എ എന്ന് എൽ.ഡി.എഫ് നേതാക്കൾ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കുറ്റ്യാടി മണ്ഡലത്തിൽ കെ.പി. കുഞ്ഞമ്മദ്കുട്ടി മാഷ് ഇന്നലെ പ്രഖ്യാപിച്ച കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. 2021 മുതൽ 26 വരെ മാഷ് കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. നിയമസഭക്കകത്തും പുറത്തും ശ്രദ്ധേയമായ ഇടപെടലാണ് മാഷ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വീണ്ടും 2026 16ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാഷെ വീണ്ടും സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ കമ്മിറ്റി രൂപീകരണ യോഗം ഈ മാസം 21-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ആയഞ്ചേരിയിൽ നടക്കും. ആയിരക്കണക്കായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മണ്ഡലത്തിൻ്റെ 8 പഞ്ചായത്തുകളിൽ നിന്നായി ആ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്തിച്ചേരും. തുടർന്ന് 22, 23, 24 തീയതികളിലായി മണ്ഡലത്തിലെ 24 മേഖലാ കമ്മിറ്റികൾ, ലോക്കൽ കമ്മിറ്റികൾ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിക്കും. ആ കൺവെൻഷനുകളിലും നൂറുകണക്കായ ആളുകൾ പങ്കെടുക്കും. ഈ മാസം 27 മണ്ഡലത്തിലെ 222 ബൂത്ത് കൺവെൻഷനുകളും പൂർത്തിയായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. തുടർന്ന് സ്ഥാനാർത്ഥി പര്യടനം, റാലികൾ, അങ്ങനെ വിവിധങ്ങളായ പരിപാടികളുമായി തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടക്കുകയാണ്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമികമായ സംഘടനാപരമായ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി അതിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നേരത്തെ 2011 മുതൽ 2016 വരെ ഈ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം.എൽ.എ ആയിരുന്ന ഇപ്പോഴത്തെ എക്സ്-എം.എൽ.എ കഴിഞ്ഞ ദിവസം ഇവിടെ വാർത്താ സമ്മേളനം നടത്തി വാസ്തവമായ കുറേ കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിക്കുകയുണ്ടായി. ആ കാര്യങ്ങളെക്കുറിച്ചുകൂടി ചില വിശദീകരണം നൽകുക എന്ന ഉദ്ദേശവും ഈ വാർത്താ സമ്മേളനത്തിലുണ്ട്. CPIM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനുമായ ദിനേശ് മാഷ് കുറേ കൂടി കാര്യങ്ങൾ ഇത് സംബന്ധമായി ഇവിടെ വിശദീകരിക്കും. അഭിമാനത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് കെ.പി. കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്ററെ കുറ്റ്യാടി മണ്ഡലത്തിൽ ജനവിധി തേടുന്നതിന് വീണ്ടും നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 1181 കോടി 63 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനം കുറ്റ്യാടി മണ്ഡലത്തിൽ ആകെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കഴിഞ്ഞ ദിവസം മുൻ എം.എൽ.എ ഇത്രയും സംഖ്യ കാണാനില്ലെന്നും വികസനം ഫ്ലക്സിലല്ല മണ്ണിലാണ് വേണ്ടത്, ജനങ്ങളെ കബളിപ്പിക്കുന്ന PR ഗിമ്മിക്കാണ് കുഞ്ഞമ്മദ്കുട്ടി മാഷ് നടത്തുന്നത് എന്നും ആരോപിക്കുകയുണ്ടായി. വികസന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലാകമാനം വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഇതിനകം സുപ്രധാന മാധ്യമങ്ങളെല്ലാം നടത്തിയ പരിശോധനകളിൽ, സർവേകളിൽ വ്യക്തമായിട്ടുണ്ട്. പൊതുവെ കേരളത്തിലെ UDF ഈ വികസന നേട്ടങ്ങളെ മറച്ചുവെക്കാനും ഇകഴ്ത്തിക്കാണിക്കാനും വലിയ പരിശ്രമം നടത്തി വരികയാണ്. ആ പൊതു നിലപാടിൻ്റെ ആവർത്തനമാണ് കുറ്റ്യാടി മണ്ഡലത്തിലെ വികസനം സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ മുൻ എം.എൽ.എയും UDF നേതാക്കളും ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്.
ഇത് കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടാനാണ് UDF ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. വികസന പ്രശ്നങ്ങളാണ് ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കണം. ആശയക്കുഴപ്പത്തിലാകുന്ന വോട്ടർമാരുടെ ഏതെങ്കിലും വോട്ട് തങ്ങൾക്ക് അനുകൂലമായി മാറുമെങ്കിൽ അതാവട്ടെ എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത് എന്ന് അവരുടെ സമീപനത്തിൽ നിന്ന്, അവരുടെ പ്രസ്താവനയിൽ നിന്ന് വളരെ വ്യക്തമാണ്. MLAയുടെ നേതൃത്വത്തിൽ ജലസേചന വകുപ്പിൽ 547 കോടി, കിഫ്ബി പദ്ധതികൾ 258 കോടി, പൊതുമരാമത്ത് റോഡുകൾ 110 കോടി, ഉൾനാടൻ ജലഗതാഗതം 86 കോടി, ആരോഗ്യ മേഖലയിൽ 32 കോടി, MLA ഫണ്ട് 30 കോടി, ഗ്രാമീണ റോഡുകൾ 28 കോടി, വിദ്യാഭ്യാസ വകുപ്പ് 27 കോടി, ടൂറിസം വകുപ്പ് 15 കോടി, തൊഴിൽ വകുപ്പ് 13 കോടി, വ്യവസായ വകുപ്പ് 8.5 കോടി, കായിക വകുപ്പ് 8 കോടി, പട്ടികജാതി ക്ഷേമം 5.5 കോടി, കൃഷിയും മണ്ണ് സംരക്ഷണവും 3.25 കോടി, ഫിഷറീസ് വകുപ്പ് 2.5 കോടി, വെള്ളപ്പൊക്ക ദുരിതാശ്വാസം 2 കോടി. ഈ സംഖ്യകളെല്ലാം ചേർന്നതാണ് 1181 കോടി. യഥാർത്ഥത്തിൽ ഇതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 7.5 കോടിയോളം രൂപയും ചെലവഴിച്ചിട്ടുണ്ട്. മുൻ MLAയുടെ വാദം ഇതിലെ ചില പദ്ധതികൾ തൻ്റെ കാലത്ത് വന്ന ഫണ്ടാണ്. ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു തുടർ സംവിധാനമാണ്. അദ്ദേഹത്തിൻ്റെ കാലത്തെ ഫണ്ടെന്ന് പറയുന്നതിൽ മുൻ MLA KK ലതികയുടെ ഫണ്ടുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ അനുവദിച്ച ഫണ്ട് ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന രൂപത്തിൽ മാറണമെങ്കിൽ ആ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് പൂർണ്ണമായും MLAയുടെ ജനപ്രതിനിധികളുടെ ഇടപെടലുണ്ടാവണം. ഉദ്യോഗസ്ഥ സംവിധാനത്തെ അതിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയണം. കുഞ്ഞമ്മദ് കുട്ടി മാഷ് പൂർണ്ണസമയ MLA ആണ്. അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് അംഗം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച ഈ കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ ഏറ്റവും പ്രഗത്ഭരായ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളിൽ പ്രമുഖനാണ് അദ്ദേഹം. ദീർഘകാലത്തെ ഭരണപരിചയം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് MLAയുടെ ജോലി കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതല്ലാതെ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന സമയമൊഴിച്ച് ബാക്കി മുഴുവൻ ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് MLA. നേരത്തെ ഉണ്ടായിരുന്ന MLA അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം പാർട്ട് ടൈം MLA ആയിരുന്നു. നിയമസഭയിലെ അറ്റൻഡൻസ് നിങ്ങൾ പരിശോധിക്കൂ. കുഞ്ഞമ്മദ് കുട്ടി മാഷയുടെ അറ്റൻഡൻസ് 97%. മുൻ MLAയുടെ അറ്റൻഡൻസ് 81%. പലപ്പോഴും സർക്കാർ അനുവദിച്ച പദ്ധതികൾ യഥാസമയം ഈ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയത് ഈ പദ്ധതിയുടെയും ഫയലുകളുടെയും പിന്നാലെ സർക്കാർ ഓഫീസുകളിൽ മന്ത്രിമാരുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ പോകാൻ തയ്യാറാവാതിരുന്നിട്ടാണ്. ഇതെല്ലാം വേണ്ടി വരും. ഇപ്പോൾ വില്യാപ്പള്ളി ചേലക്കാട് റോഡിന് ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ചു. അതിന് ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിയെയും കണ്ടാൽ മാത്രം പോരാ. വില്യാപ്പള്ളി ചേലക്കാട് റോഡിൻ്റെ പരിധിയിൽ താമസിക്കുന്ന പരിസരവാസികളുടെ സമ്മതപത്രമാകണം. അദ്ദേഹത്തിൻ്റെ അവകാശവാദം വില്യാപ്പള്ളി ചേലക്കാട് റോഡിൻ്റെ ഫണ്ട് എൻ്റെ കാലത്ത് വന്നതാണ്. ആ റോഡിൻ്റെ പരിധിയിൽ കഴിയുന്ന ഏതെങ്കിലും ഒരാളുടെ 1 സെൻറ്റ് സ്ഥലത്തിൻ്റെ സമ്മതപത്രമാകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇവിടെ കുഞ്ഞമ്മൂട്ടി മാഷ് രാപകലില്ലാതെ വില്യാപ്പള്ളി, പുറമേരി, ആയഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതിയെ കൂട്ടിയോജിപ്പിച്ച് എത്രയോ യോഗങ്ങൾ, അവസാനം ഒരു ജനകീയ യാത്ര തന്നെ അതിനുവേണ്ടി നടത്തുകയുണ്ടായി. ആ വലിയ നിരന്തരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് മഹാഭൂരിപക്ഷം ആളുകൾ സമ്മതപത്രം കൊടുത്തത്. അങ്ങനെ വരുമ്പോൾ നേരത്തെ ഫണ്ട് എൻ്റെ കാലത്താണ് അനുവദിച്ചത്, അതുകൊണ്ട് തൻ്റെ ക്രെഡിറ്റിലേക്ക് അത് ഉൾപ്പെടുത്തി കുഞ്ഞമ്മൂട്ടി മാഷ് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ
ആർക്കാണ് അതിന് കഴിയുക? കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് അദ്ദേഹം ഇത്തരം പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2021 ശേഷം ഈ 5 കൊല്ലം MLA കുഞ്ഞമ്മൂട്ടി മാഷാണല്ലോ. 2021 ശേഷം വന്ന എത്രയെത്ര പദ്ധതികളാണ് തനിക്കാണ് ഇതിൻ്റെ പിതൃത്വം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ PR ഗിമ്മിക്കാണെന്ന് പറഞ്ഞത്. ഇത് ജനങ്ങൾ അംഗീകരിക്കുമോ? കുറ്റ്യാടി മണ്ഡലത്തിലെ 8 പഞ്ചായത്തിലെ ഏത് പ്രദേശത്തുള്ള ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ വാദം അംഗീകരിക്കാൻ പോകുന്നത്? വികസനവുമായി ബന്ധപ്പെട്ട ചർച്ച സമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ നമ്പർ 1 സ്ഥാനത്ത് കുഞ്ഞമ്മദ് മാഷ് നിൽക്കുകയാണ്. ഒരുപക്ഷെ കണാരഘട്ടൻ MLA എന്ന നിലക്ക് നടത്തിയ ഈ കുറ്റ്യാടി മണ്ഡലത്തെ, അന്നത്തെ മേപ്പയൂർ മണ്ഡലത്തെ ആകെ മാറ്റിമറിക്കാൻ നടത്തിയ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലാണ് കുഞ്ഞമ്മദ് മാഷുടെ നേതൃത്വത്തിൽ ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. അതിൽ കുറ്റ്യാടി ബൈപ്പാസ് ഉണ്ട്, അത് ഏകദേശം പണി പൂർത്തീകരിക്കല്ലേ. കുറ്റ്യാടി ബൈപ്പാസിൻ്റെ പ്രൊജക്റ്റ് വന്ന് ശരിയാണ്. അലൈൻമെൻറ്റ് ഉണ്ടാക്കി, അലൈൻമെൻറ്റ് മാറ്റിയത് എന്തിനു വേണ്ടിയാ? പഴയ MLAയുടെ കച്ചവട താല്പര്യമാണ്. അദ്ദേഹത്തിന് സാധാരണ ജനപ്രതിനിധി എന്ന ഉത്തരവാദിത്തം മാത്രമല്ല നിർവഹിക്കുന്നത്, മറ്റ് ബിസിനസ് താല്പര്യവുമുണ്ട്. ആ ബിസിനസ് താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ പദ്ധതികളെ തൻ്റെ താല്പര്യത്തിനനുസരിച്ച് വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചപ്പോഴാണ് ജനങ്ങൾ അതിനെ അംഗീകരിക്കാതിരുന്നത്. ആ പ്രശ്നമാണിപ്പോൾ കുഞ്ഞമ്മൂട്ടി മാഷ് എല്ലാ നൂലാമാലകളും പരിഹരിച്ച് മനോഹരമായ ബൈപ്പാസ് ഉണ്ടാക്കുന്നതും കുറ്റ്യാടിയിലെയും ഈ താലൂക്കിലെയും ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്നത്. മറ്റൊന്ന്, നാളികേര പാർക്കിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനാണ് PR ടീം. അദ്ദേഹത്തിൻ്റെ PR ടീം ഇപ്പോഴിറക്കിയിരിക്കുന്ന ഒരു വീഡിയോയിൽ ചിമ്പാൻസികളും കാട്ടുപോത്തുമെല്ലാം നിറഞ്ഞിരിക്കുന്ന മണിമല എന്നാണ് പറയുന്നത്. മണിമലയിലിപ്പോൾ സുരക്ഷിത ഭിത്തി നിർമ്മിച്ചു കഴിഞ്ഞു. അവിടെയുള്ള കാടുപിടിച്ച സ്ഥലത്തെ മരങ്ങൾ വെട്ടിമാറ്റി. ഇനിയിപ്പോഴവിടെ എന്താണ് വരേണ്ടത്? ഇനിയിപ്പോൾ കമ്പനികൾ അവിടേക്ക് സ്ഥാപനങ്ങൾ അനുവദിക്കണം. അത് അനുവദിക്കേണ്ടത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷൻ 11/10/2025 എല്ലാ പ്രമുഖ പത്രങ്ങളിലും ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് ആണ് ഈ KSIDC എന്ന് പറയുന്നത്. അവർ കൊടുത്ത ഈ പരസ്യത്തിലെ വാചകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ മണിമലയിൽ ഒന്നും നടന്നില്ല എന്നുള്ളത്. ഇൻവിറ്റേഷൻ ഫോർ അപ്ലിക്കേഷൻസ്. Kerala State Industrial Development Corporation KSIDC, the premier agency of the Government of Kerala for Industrial and Investment Promotion, invites applications from prospective entrepreneurs, industries and investors for leasing industrial land in Kuttiyadi Industrial Park, Manimala, Kozhikode. For application form and other details, please visit the website എന്ന് പറഞ്ഞിട്ട് അവരുടെ അഡ്രസ്സും ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ പരസ്യം KSIDC ചെയ്തത് 11/10/2025 5 കൊല്ലം MLA അദ്ദേഹത്തിന് ഒരു വ്യവസായ എസ്റ്റേറ്റിൻ്റെ പ്രവർത്തന സ്വഭാവം എന്താണെന്ന് അറിയില്ലേ? വ്യവസായ എസ്റ്റേറ്റ് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ താല്പര്യമുള്ള കമ്പനികൾ അവിടേക്ക് വന്നിട്ട് അവരുടെ സ്ഥാപനം ആരംഭിക്കുകയും ചെയ്യുക. അതിനുള്ള പരസ്യം കഴിഞ്ഞ 11/10/25 KSIDC പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചില കമ്പനികൾ ഇപ്പോൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അവിടെ മണിമലയിൽ അതിൻ്റെ ഉദ്ഘാടനം നടന്നു. എന്ന് പറഞ്ഞാൽ കുറ്റ്യാടിയുടെ, അത് KK ലതിക MLA കാലത്താണല്ലോ വന്നത്. അന്ന് എളമര കരീമാണല്ലോ വ്യവസായ മന്ത്രിയായിരുന്നത്. വലിയ ഒരു പ്രൊജക്റ്റാണ് അത്. ആ മണിമലയിലെയും വേളത്തെയും കുറ്റ്യാടി മേഖലയിലെയും പ്രത്യേകിച്ച് നാളികേര കർഷകരുടെയും ഏറ്റവും പ്രതീക്ഷയുള്ള സ്ഥാപനമായിട്ട് മാറുകയാണ്. കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിലേക്കടക്കം കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാപനങ്ങൾ അവിടെ വരികയാണ്. അതിൻ്റെ പിതൃത്വം എങ്ങനെയാണ് ഇദ്ദേഹത്തിന് നൽകുക? അദ്ദേഹത്തിന് എന്തെങ്കിലും അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ പദ്ധതികളും കുഞ്ഞമ്മൂട്ടി മാഷ് MLA ആയി നടത്തിയ വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണ്. അത് തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഹൈമാസ് ലൈറ്റ് മുതൽ മണിമല പാർക്ക് വരെ TP രാമകൃഷ്ണൻ്റെ മണ്ഡലത്തിലെ പെരിഞ്ചേരിക്കടവ് ആ ബ്രിഡ്ജിൻ്റെ കാര്യത്തിലുൾപ്പെടെ അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വളരെ ആക്ഷേപകരമായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ നുണപറച്ചിലാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൂടെ നടന്നിരിക്കുന്നത്. അദ്ദേഹം ഫ്ലക്സിലുമില്ല, മണ്ണിലുമില്ല, വെറും കടലാസിലുള്ള ആളാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യക്ഷപ്പെട്ട് ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയും തൻ്റെ ബിസിനസ് സംവിധാനത്തെ ഉപയോഗിച്ച് ജനങ്ങളെ വശീകരിച്ച് കളയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ
അത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മണ്ഡലത്തിലെ ജനങ്ങളും ഈ കുപ്രചരണങ്ങളെയും ഈ നീക്കങ്ങളെയും അതിശക്തമായി ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന രാഷ്ട്രീയത്തെ ജനങ്ങൾക്കിടയിൽ എത്തിക്കും. കുഞ്ഞമ്മദ് മാഷ് ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ നല്ല നിലയിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് അത്യുജ്വലമായ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിൽ നേടും. അതിനായുള്ള മികവാർന്ന സംഘടനാ പ്രവർത്തനങ്ങൾ ഞങ്ങളിപ്പോൾ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി തന്നെ 8 പഞ്ചായത്തിലും ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി ആവേശപൂർവ്വം സ്ഥാനാർത്ഥിയെ സ്വാഗതം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ രക്തസാക്ഷികളുടെ വീട്, അതുപോലെ തന്നെ പഴയകാല രാഷ്ട്രീയ നേതാക്കളുടെ വീട്, പൊതു വ്യക്തികളുടെ വീട്, അങ്ങനെയുള്ളവരുടെ വീടുകളെല്ലാം സ്ഥാനാർത്ഥി സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസം കഴിയുമ്പോൾ പൊതു പര്യടനത്തിലേക്ക് പോകും. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാവണം. തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളെ അതിൻ്റെ ശരിയായ വിശകലനത്തിലൂടെ മാത്രമേ നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ എന്നുള്ള അഭ്യർത്ഥന കൂടെ ഞങ്ങൾ വെക്കുകയാണ്. ഞങ്ങളുടെ മുമ്പിലുള്ള വാദങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആവശ്യമായ എല്ലാ ഡോക്യുമെന്റുകളുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്നാം ഘട്ടം കഴിഞ്ഞു തുടങ്ങാൻ കഴിയും. ഇതാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ KSDC കൊടുത്തതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ കോപ്പിയാണിത്. കഴിഞ്ഞ ദിവസം അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. ഏത് കമ്പനികൾക്കും വരാം. 2ാം ഘട്ടം അതിന് തുടർച്ചയായിട്ട് വരും. അത് സംബന്ധിച്ച് ഞാൻ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം. ജലജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ പദ്ധതി MLAയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം 17/1/2024 റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രി കേരള സർക്കാർ. 16/653 VIPMWR 2024 ഉത്തരവിൻ്റെ ഇതാണ്. പ്രിയപ്പെട്ട MLA, സംസ്ഥാനത്തെ എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ ജലജീവൻ മിഷൻ പ്രവൃത്തികൾ സംസ്ഥാനത്തുടനീളം ത്വരിതഗതിയിൽ പുരോഗമിച്ചു വരികയാണ്. പദ്ധതി പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം സംസ്ഥാനത്ത് 19 ലക്ഷം വീടുകളിൽ പുതിയ വാട്ടർ കണക്ഷനുകൾ നൽകി കുടിവെള്ളം എത്തിച്ചു കഴിഞ്ഞു. കൂടാതെ 5.5 ലക്ഷം HTCയും നൽകിയിട്ടുണ്ട്. പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ 33 ലക്ഷം കണക്ഷനുകൾ കൂടി പുതുതായി നൽകാനും അതുവഴി കേരളത്തിലെ 100% ഗ്രാമീണ ഭവനങ്ങളിലും ടാപ്പ് വഴി ശുദ്ധമായ കുടിവെള്ളം എന്ന മഹത്തായ ലക്ഷ്യം കൈവരിക്കുകയും ചെയ്യും. താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലേക്കായി 521,09,706 രൂപയുടെ ഭരണാനുമതിയാണ് ജലജീവൻ മിഷൻ പദ്ധതികൾക്കായി ലഭിച്ചത്. ആയഞ്ചേരി 8,021 ലക്ഷം, കുന്നുമ്മൽ 1,128 ലക്ഷം, കുറ്റ്യാടി 1,671 ലക്ഷം, മണിയൂർ 10,817 ലക്ഷം, പുറമേരി 5,264 ലക്ഷം, തിരുവള്ളൂർ 10,153 ലക്ഷം, വേളം 6,703 ലക്ഷം, വില്യാപ്പള്ളി 8,437 ലക്ഷം. ഇത് MLA ഈ മണ്ഡലത്തിൻ്റെ പരിധിയിലെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം സംബന്ധിച്ച് പഠനം നടത്തി ഈ ജലജീവൻ മിഷൻ്റെ പദ്ധതി വരുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് അനുവദിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട് റോഷി അഗസ്റ്റിൻ മന്ത്രി MLAക്ക് അയച്ച കത്താണ്. ഇത് സംയുക്ത പ്രൊജക്റ്റാണ്. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പ്രൊജക്റ്റാണ്. കേന്ദ്രത്തിൻ്റെ വിഹിതം സംസ്ഥാനത്തിന് കിട്ടണമെങ്കിൽ MLA ഇതിൻ്റെ പിന്നിൽ പണിയെടുക്കണം. അല്ലാതെ ഇത് സ്വാഭാവികമായി വന്നതാണ് എന്ന് പറഞ്ഞ് ഈ വലിയ നേട്ടത്തെ എങ്ങനെ എഴുത്താൻ പറ്റും? അദ്ദേഹം അതാ ചെയ്യുന്നത്. അത് മറ്റേതോ പദ്ധതിയാണ്. അത് നിങ്ങളുടെ ഇതിൽ 521 ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിൽ ജലസേചന വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത് 547 കോടിയാണ്. 521 കഴിഞ്ഞ് ബാക്കി വരുന്ന 26 കോടി മറ്റ് ജലസേചന പദ്ധതികൾ ഈ മണ്ഡലത്തിൽ നടത്തിയതാണ്. അതിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങളുടെ കൈവശമുണ്ട്. വികസന കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമികമായ കാഴ്ചപ്പാട് പോലും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതിന് തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഈ ആർഗ്യുമെൻറ്റ്. ഇന്ത്യ ഗവൺമെൻറ് ഒരു പഞ്ചായത്തിന് നേരിട്ട് ഒരു പദ്ധതി കൊടുക്കുന്നില്ല. സംസ്ഥാനത്തെ ജലവിഭവ വകുപ്പ് മുഖാന്തരമാണ് ജലജീവൻ മിഷൻ്റെ എല്ലാ പ്രോജക്റ്റുകളും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റാണ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് പെരിഞ്ചേരിക്കടവ് റെഗുലേറ്റർ ക്രം ബ്രിഡ്ജ് കൊണ്ടുവന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് TP രാമകൃഷ്ണൻ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം മുൻകൈയെടുത്താണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത്. പേരാമ്പ്ര മണ്ഡലത്തിലും കൂടി ഉൾപ്പെട്ടതാണത്. അദ്ദേഹമാണ് ആ പദ്ധതിയുടെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും മുഖ്യമായ പങ്കുവഹിച്ചത്.
അതിൻ്റെ പ്രശ്നം കരാറുകാരൻ്റെ പാർട്ട് ബില്ല് ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുൻ MLA ഒരു ഇടപെടലും നടത്തുകയുണ്ടായില്ല. അങ്ങനെയാണത് കോടതിയിലെത്തിയത്. കോടതിയിലെത്തിക്കഴിഞ്ഞപ്പോൾ കോടതി നടപടികൾ പൂർത്തീകരിക്കാതെ അതിനുമേൽ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം കരാറുകാരന് പാർട്ടി ബില്ല് കൊടുക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ കുഞ്ഞമ്മദ് കുട്ടി മാഷ് ഇടപെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പാർട്ടി ബില്ല് വാങ്ങിക്കൊടുക്കാൻ പഴയ MLA ഇടപെടാത്തതാണ് പെരിഞ്ചേരിക്കടവിൻ്റെ പേരിലുള്ള പ്രശ്നം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു പണി. 22 അല്ല, പാർട്ടി ബില്ല് കൊടുക്കുന്നത് നേരത്തെ ഉള്ളതാണല്ലോ. അല്ല, പണി നിലക്കുന്നതാണെങ്കിലും ബില്ല് വരുന്നത് ആ 22 വരെ വർക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലോ, നേരത്തെ പാർട്ടായിട്ടല്ലേ കൊടുക്കുന്നത്. ഒരു പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിലുള്ളതാണല്ലോ. അപ്പോൾ നേരത്തെയുള്ള കൊടുത്ത പാർട്ട് ബില്ല് പിന്മാറി കരാറുകാരന് സഹായകരമായ ഒരു സമീപനവും പഴയ MLA സ്വീകരിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. പാർട്ട് ബില്ല് അനുവദിച്ച് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് അയാൾ എന്ത് ചെയ്യുന്നത്, വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് പിന്നെ കേസിലേക്ക് പോയത്. യഥാസമയം ആ ബില്ല് വാങ്ങിക്കൊടുക്കാൻ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം തുടർന്ന് പണിയെടുക്കും. കുഞ്ഞമ്മദ് മാഷ് MLA കാലത്ത് സെക്കൻഡ് പാർട്ട് എന്ത് ചെയ്യും, ബില്ല് കൊടുക്കാൻ പറ്റും. അന്തിമമായ ബില്ല് അവസാന ബില്ല് ഈ പൂർത്തീകരണത്തോടു കൂടി കൊടുക്കാനും കഴിയും. അതാണ് അതിനകത്ത് മതിയുടെ മുമ്പിലെത്തി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് എന്നെ അറിയാവുന്നതാണല്ലോ. അത് പൊതുവായി കേരളത്തിൽ നീര പ്ലാന്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നീര പ്ലാന്റുകൾ ആരംഭിക്കുന്ന കാലത്ത് നീര വലിയ തോതിൽ കേരളീയ സമൂഹത്തിൽ സ്വീകരിക്കപ്പെടും എന്നൊരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അത് ഒരു ആളുകൾക്ക് പെപ്സി അതുപോലെ തന്നെ അതിനൊക്കെ പകരം ഏറ്റവും ശുദ്ധമായ ഒരു വെള്ളം എന്ന നിലയിൽ, പാനീയം എന്ന നിലയിൽ ആളുകൾക്കത് ഉപയോഗിക്കാൻ കഴിയും. അത് ഉപയോഗിക്കുന്നതിലൂടെ കർഷകർക്കൊക്കെ വലിയ തോതിൽ അതിൻ്റെ നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നീര പ്ലാന്റ് നേരത്തെ കേരളത്തിൽ ആരംഭിച്ചത്. നാളികേര വികസന ബോർഡ്. പക്ഷേ അത് ആ നിലയിൽ സ്വീകരിക്കപ്പെട്ടില്ല. സ്വീകരിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ മറ്റു ചില ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ട് ഈ സ്ഥാപനങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് MLA മാത്രമല്ല, ഗവൺമെൻറ് തന്നെ ഇനിയും പഠിക്കേണ്ടതും പരിശോധിച്ച് അത്തരം സ്ഥാപനങ്ങളെ എങ്ങനെ ലാഭകരമാക്കി മാറ്റാം, എങ്ങനെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കി മാറ്റാം എന്ന് ആലോചിക്കേണ്ടതാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ബൈപ്പാസിന്റെ പണിയല്ല 90% കല്ലിടലിൻ്റെതാണ്. പെഗ് മാർക്കിങ്ങിന്റെ 90% പൂർത്തിയായത്. ബൈപ്പാസിന്റെ പണികൾ ഞങ്ങൾ പറഞ്ഞതിനെയും പാറക്കൽ പറഞ്ഞതിൻ്റെയും നിങ്ങൾ പരിഗണിക്കേണ്ട. നിങ്ങളൊരു അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തും. കുറ്റ്യാടിയിൽ പോയി, കുറ്റ്യാടി വളരെ ജൈവികമല്ലേ കുറ്റ്യാടി ബൈപ്പാസ് എന്ന് പറയുന്നത്. മന്ത്രി പറഞ്ഞ മറുപടി ബൈപ്പാസിൻ്റെ പ്രവൃത്തി 90% എന്നല്ല, കല്ലിടൽ പ്രവൃത്തിയുടെ 90% പൂർത്തിയായി എന്നുള്ളതാണ്. അലൈൻമെൻറ്റ് മാറിയതാണല്ലോ പ്രശ്നം വന്നത്. കച്ചവട താല്പര്യമായിരുന്നു അതിന് പിന്നിൽ. പിന്നീട് നമ്മുടെ MLA കുഞ്ഞമ്മദ് മാഷിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ കഠിന പ്രയത്നത്തിലൂടെയാണ് സ്ഥലവാസികളെയെല്ലാം സമ്മതം വാങ്ങി, എത്രയോ ചർച്ചകൾ, സമ്മതം വാങ്ങുക മാത്രമല്ല, അവർ സമ്മതം കൊടുത്ത് പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് നഷ്ടപരിഹാരം ലഭിക്കണം എന്ന വാദമുണ്ടായിരുന്നു. കോഴിക്കോട് മന്ത്രി റിയാസിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി. അവർക്ക് നഷ്ടപരിഹാര തുക ഉൾപ്പെടെ ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുത്താണ് പിന്നീട് പ്രവൃത്തികൾ ആരംഭിച്ചത്. ബൈപ്പാസിൻ്റെ പണി തുടങ്ങിയിട്ട് ഇപ്പോൾ 5-6 മാസമായിട്ടേ ഉള്ളൂ. എത്ര കൊല്ലമായി? അപ്പോൾ ഈ ബൈപ്പാസ് എന്ന കാഴ്ചപ്പാട് മത്തായി ചാക്കോവിൻ്റെ കാലത്ത് രൂപപ്പെട്ടതാണ്. ലതിക MLA കാലത്ത് അതിനൊരു അലൈൻമെൻറ്റ് തയ്യാറാക്കി. അതിൻ്റെ തുടർച്ചയായി പഴയ MLA പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കുറ്റ്യാടി ബൈപ്പാസ് പേരാമ്പ്ര ബൈപ്പാസിനോടൊപ്പം ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ കൂടെയുള്ള പദ്ധതിയാണ് പേരാമ്പ്ര ബൈപ്പാസിനോടൊപ്പം. ഉദ്ഘാടനം ചെയ്യാതെ പോയത് അദ്ദേഹം ആ അലൈൻമെൻറ്റ് മാറ്റാൻ ശ്രമിച്ചു. ചില താല്പര്യങ്ങൾ കടന്നുകൂടി. അതോടുകൂടി പ്രദേശത്ത് ചില പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരികയുണ്ടായി. പിന്നീട് അദ്ദേഹം ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കിയില്ല. കല്ലിടൽ പ്രവർത്തനം 100% ആയില്ല. അതാണ് മന്ത്രി പറഞ്ഞത്. കല്ലിടൽ പ്രവർത്തനം 90% ആയിട്ടുള്ളൂ.
ബൈപ്പാസിൻ്റെ പണി തുടങ്ങുന്നത് കുഞ്ഞമ്പുട്ടി മാഷ് MLA ആയതിനു ശേഷമാണ്. അതിൻ്റെ ഇരകൾക്കെല്ലാം നഷ്ടപരിഹാരത്തിൻ്റെ പൂർണ്ണതോതിലെങ്കിലും അത് കൊടുക്കുന്നതിനുള്ള സംവിധാനം, സ്ഥലമേറ്റെടുക്കൽ, നിർമ്മാണ പ്രവർത്തനം അതിവേഗത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ ഇല്ലെങ്കിൽ ഇപ്പം തന്നെ അത് ഉദ്ഘാടനം ചെയ്ത് പോകേണ്ടതാണ്. അതിൽ പറയുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവ് കേരള ഗസറ്റ് പ്രസിദ്ധീകരിച്ചത് 4-1 പെഗ്മാർക്ക് ചെയ്തതിന് ശേഷമാണ് 4-1 പ്രസിദ്ധീകരിക്കുക. 4-1 കഴിഞ്ഞിട്ട് 11-1 പോകണം. 11-1 കഴിഞ്ഞ് 19-1 പോകണം. 4-1 ഡേറ്റ് 22 മെയ് 30. അത് കഴിഞ്ഞിട്ട് 11-1 ഡേറ്റ് 23 ജനുവരി 12. കുഞ്ഞമ്പുട്ടി മാഷാണ് ഈ സമയത്തൊക്കെ MLA. 21 മുതൽ ശേഷമാണല്ലോ ഇതെല്ലാം വരുന്നത്. അപ്പോൾ അതേ ഇവിടെ ഇരുന്നിട്ട് ഇമാതിരി കളവ് പറയുമ്പോൾ ഇങ്ങനെ സത്യം പറയുന്ന കുറേ രേഖകൾ അയാളുടെ മുമ്പിലുണ്ട് എന്ന് അയാൾ കാണാതെ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം മറച്ചു പിടിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ബാക്കി എല്ലാ നിങ്ങളോട് നിരവധി കാര്യങ്ങൾ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ. എന്തിലെല്ലാമാണ് അയാൾ ഈ പറഞ്ഞ രൂപത്തിൽ കളവ് കുത്തിച്ചെലുത്തിയത് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ഞങ്ങളുടെ അടുത്ത് ഇനിയും തെളിവുണ്ട്. അന്ന് അയാൾ പറഞ്ഞതിന് മുഴുവൻ ഇത് കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതിയാണ് ഞാൻ പറയുന്നത്. 4-1, 11-1, 19-1 ഇല്ലാതെ എങ്ങനെയാണ് ഒരു സ്ഥലം ഏറ്റെടുക്കുക? അപ്പോൾ സ്ഥലം ഏറ്റെടുക്കുന്നത് മുഴുവൻ കുഞ്ഞമ്പുട്ടി മാഷിൻ്റെ കാലത്താണ്. എന്ന് പറഞ്ഞാൽ ഈ ബൈപ്പാസിൻ്റെ പണി മുഴുവൻ നടന്നത് 90% നടത്തിയതും കുഞ്ഞമ്പുട്ടി മാഷിൻ്റെ കാലത്താണ്. പെഗ്മാർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു 10% പണി, അതും 90% നടത്തിയിട്ട് നിയമസഭാ രേഖ പറയുമ്പോൾ ഇയാൾ എന്താണ് MLA എന്നുള്ള കസേരയിൽ നിന്നിട്ട് ചെയ്തതെന്നുള്ളതാണ് അയാൾ ഇതിന് മറുപടി പറയാൻ വീണ്ടും ഇവിടെ വരുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത്. ഒന്ന് പറഞ്ഞത് കുട്ടോത്തട്ടക്കുണ്ട് കടവ് റോഡ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ വീണ്ടും 10 ദിവസം കൊണ്ട് ഞാൻ റെഡിയാക്കും, ശരിയാക്കി തരും. എന്താ അതിൻ്റെ അർത്ഥം? എന്താ ഇപ്പം കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയി 6-7 കേസ് കൊടുത്ത് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വെച്ച് വക്കീലിനെ വെച്ച് വാദിക്കുന്ന എന്താ? LDF ഗവൺമെൻറ് കാലത്ത് ഈ റോഡ് പണി ആരംഭിക്കരുത്, LDF ഗവൺമെൻറ് ക്രെഡിറ്റ് ആവും, MLA ക്രെഡിറ്റ് ആവും എന്ന് കണ്ടുകൊണ്ട് അതിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പം ഈ കേസിൻ്റെയൊക്കെ പിന്നിൽ ഇദ്ദേഹം ഉണ്ട്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? ജയിച്ചു കഴിഞ്ഞാൽ ആ കേസ് നടത്തിപ്പോയതിന് അയാൾക്ക് പിൻവാങ്ങാൻ പറ്റും അയാൾ പറഞ്ഞാൽ. അതല്ലേ 10 ദിവസം കൊണ്ട് ശരിയാക്കുമെന്ന് പറഞ്ഞത്. പിന്നൊരു കാര്യം പറഞ്ഞ് ഹൈമാസ് ലൈറ്റിന് കുഞ്ഞമ്മദ് മാഷയുടെ പേര് വെച്ചുകൾ MLA ഫണ്ട് നേരത്തെ അനുവദിച്ചു. പിന്നീട് അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ MLAയുടെ പേരിലെ വെക്കുക. ഉദ്ഘാടകൻ എന്നയാൾ KP കുഞ്ഞമ്മദ്, KK രമ, EK വിജയൻ MLAയുടെ പേരിലെ വെക്കുക. അതിലെന്താ തെറ്റ്? ഏത് വർക്കും അങ്ങനെയല്ലേ? ഏത് കാലത്ത് MLA ആണോ വരുന്നത് ആ MLA MPL ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ അവരുടെ പേര് വെക്കൂലേ? അതിലെന്താ തെറ്റെന്താ? എന്താ പ്രശ്നം? എന്താ നമ്മുടെ നാട്ടിൽ ഇത്തരം വളരെ ബാലിശമായ കാര്യങ്ങളാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞായിട്ട് മനസ്സിലാക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത വർത്തമാനങ്ങൾ. ഒരു പോസ്റ്റ് 2 പേര് വന്നെന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നിലവിൽ കുഞ്ഞമ്പുട്ടി മാഷ് രണ്ടാമത് വെച്ച് ഫസ്റ്റിലെ ഈ പാറക്കലിന്റെ പേര് അതിന്റെ മുകളിൽ ഉണ്ടായിരുന്നു, അതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് കുഞ്ഞമ്പുട്ടി മാഷയുടെ പേര് വെച്ചെന്നാണ്. അതായത് 2020 ഏപ്രിൽ മാസമാണ് ഈ ഹൈമാസ് ലൈറ്റിന് ഫണ്ട് അനുവദിക്കുന്നത്. ആ സമയത്ത് MLA ആരാ? ഇദ്ദേഹമാണ്. ആ ഫണ്ടിൻ്റെ വിനിയോഗം എങ്ങനെയാണ്? 6 മാസം കൊണ്ട് ആ ലൈറ്റ് എന്ത് ചെയ്യണം? സ്ഥാപിക്കണം. 6 മാസം പോയിട്ട് 1 കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. പേപ്പർ വർക്കുകൾ മുഴുവൻ വൈകി. കുഞ്ഞമ്മദ് മാഷ് MLA ആയി വന്നപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ബാക്കി നിൽക്കുന്ന വർക്ക് ഇതാണ്. അദ്ദേഹം ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളുമൊക്കെ റെഡിയാക്കി നേരത്തെ നിർദ്ദേശിച്ച സ്ഥലങ്ങളൊന്നും ഒഴിവാക്കിയില്ല. മുൻ MLA എവിടെയാണോ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത് പുതിയ MLA ഒരു മാറ്റവും വരുത്തിയില്ല. ആ സ്ഥലത്ത് തന്നെ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചു. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് 2 ബോർഡ് വരും. ഒന്ന് ഈ ഫണ്ട് അനുവദിക്കപ്പെട്ട കാലത്ത് MLAയുടെ ബോർഡ് വരും. അതതിൻ്റെ ഈ ബോർഡ് വെക്കണം നിർബന്ധമാണ്. നിങ്ങൾ ഹൈമാസ് ലൈറ്റിൻ്റെ മുകളിൽ ചതുരത്തിൽ MLAയുടെ പേര് വെച്ചിട്ടുള്ള ബോർഡ് കാണും. അത് അതിൻ്റെ ക്രൈറ്റീരിയയാണ്, മാനദണ്ഡമാണ്. നിർബന്ധമായും ബോർഡ് വെച്ചിരിക്കണം. ബോർഡ് വെച്ചിരിക്കുക എന്ന് മാത്രമല്ല 3 കൊല്ലം കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. 3 കൊല്ലം എനിക്ക് തോന്നുന്നത്. 3 കൊല്ലത്തെ കാലാവധി കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും കേടുപാട് പറ്റിയാൽ നന്നാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? പഞ്ചായത്തിനുമാണ്. ഇങ്ങനെ വളരെ കൃത്യമായ മാനദണ്ഡമുള്ള സംവിധാനമാണ് ഈ ഹൈമാസ് ലൈറ്റ്. അതുകൊണ്ട് കുഞ്ഞമ്പുട്ടി മാഷ് ബോർഡ് വെച്ചത് ശരിയാണ്, മറ്റേ ആളുള്ള പേരുള്ളത് ശരിയാണ്. ഇത് പാറക്കലിൻ്റെ കാലത്ത് മണിയൂർ ഹൈസ്കൂളിലെ സിൽവർ ജൂബിലി മന്ദിരം ഉദ്ഘാടനം P. ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചതാണ്. 2018 പാറക്കൽ MLA ആയിരുന്നു. അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് KK ലതിക MLAയുടെ 15-16 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ചെടുത്ത കെട്ടിടം. അധ്യക്ഷൻ പാറക്കൽ അബ്ദുള്ള. അങ്ങനെയാണത് വെക്കാൻ പാടില്ല. അധ്യക്ഷൻ നേരത്തെയുള്ള MLA KK ലതിക എന്നാക്കണ്ടേ ഈ പറയുന്ന പോലെയാണെങ്കിൽ.
അപ്പോൾ ഇതൊരു തുടർച്ചയായ സംഗതിയാണ്. വേറെ ആരാണ് MP MLA വരുന്നത്, അയാളുടെ പേര് ഉദ്ഘാടനത്തിലും അധ്യക്ഷ സ്ഥാനത്തൊക്കെ വരും. അതുപോലെ 2021 ഡയാലിസിസ് സെന്ററിന്റെ ഒരു പുതിയ ബിൽഡിങ്ങിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടു. ഇപ്പോഴും ഇങ്ങോട്ടേക്ക് മാറാൻ പറ്റിയില്ല. അവിടെ എന്തെങ്കിലും പ്ലാന്റ് കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാൻ പറ്റിയില്ല. അതായത് അദ്ദേഹം ഫണ്ട് അനുവദിച്ചു, ഒരു വർക്കും അവിടെ നടന്നിട്ടില്ല. MLA ഫണ്ട് അനുവദിച്ചു കുറച്ച് പൈസ. ഈ കുഞ്ഞമ്മദ് മാഷ് വന്നതിന് ശേഷമാണ് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയത്. അദ്ദേഹം കൂടുതൽ പണം കൊടുത്തു, എന്നിട്ടാണ് ആ കെട്ടിടം പൂർത്തിയാക്കിയത്. മറ്റു കാര്യങ്ങൾ കൂടി ചെയ്യും. അതായത് 99 ലക്ഷം ഉറുപ്പികയാണ് അന്നത്തെ MLAയുടെ ഭാഗമായിട്ട് അനുവദിച്ചിരുന്നത് കുറ്റ്യാടി ഡയാലിസിസിന്. കുഞ്ഞമ്മൂട്ടി മാഷ് 3 ഘട്ടങ്ങളിലായി 61 ലക്ഷം രൂപ അനുവദിച്ചു. കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് 74.5 ലക്ഷം രൂപയും അനുവദിച്ചു. എന്നിട്ടാണ് ഇപ്പോൾ ആ പദ്ധതി പൂർത്തിയായിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, മാറ്റിയിട്ടില്ല, മാറ്റണം. അതായത് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണല്ലോ നടത്തുന്നത്, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങൾ വരണ്ടേ. ഈ ഡയാലിസിസ് പേഷ്യൻറ്റിൻ്റെ പ്രശ്നം വളരെ സങ്കീർണമായ ഒന്നാണല്ലോ ഈ ഡയാലിസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഈ വലിയ കെട്ടിടത്തിൽ അനുബന്ധമായ മറ്റ് സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ആ സൗകര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അതിവേഗത്തിൽ പൂർത്തീകരിക്കാൻ പറ്റും. അത് ചെയ്യാത്തതൊരു കുറ്റമല്ല. ഏറ്റവും കാരണം കുറ്റ്യാടി ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടായിരുന്നത് പഴയ ആശുപത്രിയുടെ ഭാഗമായിട്ടുള്ള കെട്ടിടത്തിൻ്റെ അടുത്തല്ലേ അല്ലേ? അത് മാഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്തും മുൻകൈയിലാണ് അത് ഉണ്ടായത്. അപ്പോൾ അവിടെ ഇപ്പോൾ പുതിയ കെട്ടിടം സ്വതന്ത്രമായിട്ടായി കൂടുതൽ രോഗികൾക്ക് ഒരുമിച്ച് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മറ്റ് ഭൗതിക സാഹചര്യം കൂടി ഉരുത്തിരിയാത്തത് കൊണ്ടാണ് രോഗികളെ അങ്ങോട്ട് മാറ്റാത്തത്. അതൊരു കുറ്റമല്ല, അതൊരു പദ്ധതി വികസിച്ചു വരുന്നതിൻ്റെ ഒരു അനുബന്ധമായ പ്രശ്നമാണ്. അത് ഇതിനെ തുടർച്ചയായിട്ട് പരിഹരിക്കും. ഈ മണിയൂർ വിദ്യാപള്ളിയായി ഉദ്ഘാടനം പ്രവർത്തന പാർട്ടി അതുപോലെ തന്നെ പ്രവൃത്തി പൂർത്തിയാക്കാതെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കുട്ടികളെല്ലാം പഠിക്കുന്നത് വളരെ എന്നൊരു ആരോപണം. ഒന്ന് ഈ 12/8/2021 തൊഴിൽ നൈപുണ്യം വകുപ്പിൽ നിന്ന് 2 ITIകളുടെ ഭരണാനുമതിക്കുള്ള ഉത്തരവ് ലഭിക്കുന്നത്. 2021 മെയ് മാസത്തിൽ കുഞ്ഞമ്മൂട്ടി മാഷ് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ആഗസ്റ്റ് മാസത്തിൽ അതിൻ്റെ പ്രവൃത്തിക്കുള്ള ഭരണാനുമതി ലഭിച്ചു. 2 പ്രവൃത്തികളും ടെൻഡർ നടപടി പൂർത്തീകരിച്ച് കരാർ ഒപ്പുവെക്കുന്നത് 2022-23 സാമ്പത്തിക വർഷമാണ്. അതിപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് അതിനകത്ത് മറ്റു ചില സൗകര്യങ്ങൾ കൂടെ വരേണ്ടതുണ്ട്. അതുകൊണ്ട് കുട്ടികൾ അങ്ങോട്ട് മാറുന്നില്ല എന്നേ ഉള്ളൂ. അത് വരുന്ന മുറക്ക് അതായത് മാർച്ച് വരെ കരാറുമുണ്ട് പഞ്ചായത്തുമായിട്ടുള്ള വാടക കൊടുത്തിട്ടുള്ള. അപ്പോൾ അത് വേഗത്തിൽ മാറ്റാൻ കഴിയും. അതും ഈ പറഞ്ഞ വിധത്തിലുള്ളതാണ്. മനോഹരമായ കെട്ടിടമല്ലേ നിർമ്മിച്ചത്. അതിലൊരു വാദം അദ്ദേഹം പറഞ്ഞത് 2 കിട്ടിയത് വില്യാപ്പള്ളി വടകര അസംബ്ലി മണ്ഡലമായിരുന്നു, അതുകൊണ്ടാണ് വില്യാപ്പള്ളി ITI കിട്ടിയത്. മണിയൂർ കുറ്റ്യാടി മണ്ഡലമായിരുന്നു. അതിൽ എന്ത് ബാലിശമായ വാദങ്ങളാണ്. ഇപ്പം വില്യാപ്പള്ളിയും മണിയൂരെല്ലാം തന്നെ കുറ്റ്യാടി അസംബ്ലി മണ്ഡലത്തിലാണ്. 2011 നിയമസഭാ മണ്ഡലങ്ങളുടെ ക്രമീകരണത്തിൻ്റെ ഭാഗമായാണ് പഴയ മേപ്പയ്യൂർ മണ്ഡലത്തിലെ മേപ്പയ്യൂരും ചെറുവണ്ണൂരും പേരാമ്പ്ര മണ്ഡലത്തിലേക്ക് പോവുകയും വടകര മണ്ഡലത്തിൻ്റെ വില്യാപ്പള്ളി കുറ്റ്യാടി മണ്ഡലത്തിലേക്ക് വരികയും ചെയ്തു. എത്ര വർഷമായി? അപ്പോൾ എങ്ങനെയാ വടകര മണ്ഡലത്തിൻ്റെ അന്ന് കണക്കാക്കിയിട്ട് വില്യാപ്പള്ളി പറയാം? അപ്പം അതൊക്കെ ഈ വാദത്തിന് വേണ്ടി പലതും പറയാലോ. അത് ITI അതിപ്പോൾ നാദാപുരത്തുണ്ട്. നാദാപുരത്ത് ഇപ്പോൾ വളയത്തുണ്ട് ITI, നരിപ്പറ്റ പഞ്ചായത്തിലും ITI ഉണ്ട്. നാദാപുരം നിയമസഭാ മണ്ഡലത്തിൽ കൈവേലിയിൽ, നരിപ്പറ്റ കൈവേലി ഞങ്ങൾക്ക് പരിചയമുള്ള സ്ഥലമാണ്. താവുള്ള കൊല്ലി എന്ന് പേരുള്ള സ്ഥലത്ത് ITI പ്രവർത്തിക്കുന്നുണ്ട്. വളയത്തും ITI പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു അപൂർവതയല്ല. ഒരു ജില്ലയിൽ 3 മെഡിക്കൽ കോളേജുള്ള സംസ്ഥാനം ITI വരുന്നതിൽ മണ്ഡലത്തിലാണ് വരുന്നത്. അത് വില്യാപ്പള്ളി വടകരയുടെ ഭാഗമായിരുന്നു അന്ന്. ഈ വികസന കറക്റ്റ് എത്രയാണ്? ചില സ്ഥലത്ത് 1000 കോടി, ചില സ്ഥലത്ത് 1300 കോടി, അങ്ങനെ കോടികൾ തന്നെ ചെറിയ ആ വ്യത്യാസത്തിന് ഞങ്ങൾ തന്നെ കുറ്റക്കാരാണ്. എന്താണെന്നറിയോ? ഞങ്ങൾ ഈ MLAയുടെ നേതൃത്വത്തിൽ വികസന ജാഥ നടത്തുന്ന സമയത്ത് ഒരു മൊത്തം കൂട്ടി 1100 കോടി, 1150 കോടി എന്നെല്ലാമാണ് പൊതുവായി പ്രസംഗിച്ചത്. കുറച്ച് ഡാറ്റകൾ ഇതായിട്ട് കൊടുത്തു. ഇത് വെച്ചിട്ട് പ്രാദേശികമായി ബോർഡ് വെച്ചതാണ് ഇതിനകത്ത് വന്ന ഈ വ്യത്യസ്തതകളുടെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ വന്ന പണം ഞങ്ങൾ കൊടുത്ത ഡാറ്റയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ പ്രചരണ ബോർഡ് വെക്കുന്ന സമയത്ത് അവർ ആ പഞ്ചായത്തിലെ പദ്ധതികൾക്ക് പ്രാമുഖ്യം കൊടുക്കുകയും ബാക്കി അവോയ്ഡ് ചെയ്യുകയാണ്.
അപ്പോൾ മുകളിൽ തലക്കെട്ട് 1150 കോടി എന്നുണ്ടാവുകയും താഴെ എണ്ണി നോക്കി എത്ര ഉണ്ടാവില്ല, ഈ 1150 കോടി ഉണ്ടാവില്ല. അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അതിന് ശേഷം ഈ ഫണ്ടിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും വെച്ച് വിദഗ്ധരെ വെച്ചിട്ട് എന്ത് ചെയ്തു, കൂട്ടി. സർക്കാർ പണമായതുകൊണ്ട് തെറ്റണ്ട എന്നുള്ള നിലയ്ക്ക് അതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒഴിച്ച് ഞങ്ങളിപ്പോൾ ഔദ്യോഗികമായി പ്രചരിപ്പിച്ചിരിക്കുന്നത് 1151 കോടിയാണ്. 1151 കോടി. അതിൽ നിൽക്കൂല. 5 വില്ലേജ് ഓഫീസിന്റെ കെട്ടിടം ഈ കരളിൽ പൂർത്തിയായി. വേളം, തിരുവള്ളൂർ, ആയഞ്ചേരി, വില്യാപ്പള്ളി ഉൾപ്പെടെ 5 വില്ലേജ് 55 ലക്ഷം രൂപ ചെലവിൽ 5 വില്ലേജ് ഓഫീസറുടെ കെട്ടിടം ഈ മാഷയുടെ ഈ കാലയളവിൽ പൂർത്തിയായി. അതിൽ 10 മീറ്ററാണോ 12 മീറ്ററാണോ എന്ന് ഇവിടുന്ന് ചോദിച്ചിട്ട് അയാൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു ആ ചോദ്യത്തിൽ. അദ്ദേഹത്തിന് ബാധ്യത ഉണ്ടല്ലോ, ജനപ്രതിനിധിയായി മുമ്പ് ഇരുന്ന ഒരു നേതാവ് ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ അവിടെ വലിയ തർക്കം നിൽക്കുന്നു എന്നുള്ള നിലയിൽ വാർത്തകൾ വരുമ്പം നിങ്ങൾ ഏത് വിഭാഗത്തിൻ്റെ അല്ലെ ഏത് ജനവികാരത്തിൻ്റെ കൂടെയാണ്, 12ൻ്റെ കൂടെയാണോ 10ൻ്റെ കൂടെയാണോ, അത് പറയണല്ലോ അയാൾ. അപ്പോൾ നിലവിലുള്ള രേഖകളും സർക്കാർ തീരുമാനങ്ങളും നോംസും അനുസരിച്ചുള്ളതിലാണ് LDF ഉള്ളത്. അതിന് മാറ്റം വരുന്ന കാലത്ത് ആ മാറ്റം എന്താണോ അതിനനുസരിച്ച് ആക്സെപ്റ്റ് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ അദ്ദേഹം പറയണല്ലോ, അത് നേരത്തെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ കിഫ്ബി 10 മീറ്ററിൽ 10 കോടി അനുവദിക്കുന്നു എന്ന് പറഞ്ഞ് കേരള കമ്മിറ്റിയുടെ സപ്ലിമെൻറ്റ് ഇലക്ഷൻ സപ്ലിമെൻ്റ് ഇറക്കിയ ആളാണ് ഇയാൾ 2021. ആ 10 കോടി ഇപ്പോൾ നിൽക്കുകയാണ്, 10 മീറ്റർ നിൽക്കുകയാണ്. അതിന് മാറ്റം വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നിയമപരമായ നടപടിക്രമം നടക്കണം. അത് നടത്താതെയാണ് പോയത്. അപ്പോൾ അതിനൊക്കെ അയാൾ ഉത്തരം പറയാതെ 5 മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കുന്നു പറഞ്ഞ് നടക്കുക. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,